അങ്ങനെ ഇവരുമായിട്ട് നല്ല കോണ്ടാക്ട് ആയി. 50,000 മേടിക്കും, 1,00,000 മേടിക്കും, 2,00,000 മേടിക്കും. അങ്ങനെ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്, ഒറ്റ ഇതായിട്ട് കൊടുക്കുകയല്ല കേട്ടോ. മോനെ, ഞാൻ ഇവിടെ 20 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷ്മിപ്രിയയുടെ ഓരോരോ കേസുകളാണ് ഇങ്ങനെ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇപ്പൊ ഒരു വോയിസ് ലീക്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിപ്രിയ അതിനെ ന്യായീകരിക്കുന്നുണ്ട്. ഞാനത് സ്വകാര്യമായിട്ടുള്ള നമ്മുടെ സദസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്, അത് ആരാണ് എടുത്ത് വെളിയിലിട്ടത്? ഞാൻ പറഞ്ഞല്ലേ, ഇതുപോലെയൊക്കെ തെറി വിളിച്ചു കഴിഞ്ഞാൽ അത് 10 പേര് അറിയട്ടെ എന്ന് കരുതിയിട്ട് ആരായാലും എടുത്തിട്ട് പോകും. അതിനൊരാളെ പോലും നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ കഴിയില്ല. അമ്മാതിരി തെറിയല്ലേ പറഞ്ഞത്. ഇപ്പോഴേ അജിൻ വർഗീസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ബ്രോയുടെ ചാനലില് ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ അയാൾ കോൾ ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് സിബിൻ ലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്നത് എനിക്ക് 20 ലക്ഷം രൂപ തരാനുണ്ട്, പലപ്പോഴായി എന്നെ പറ്റിച്ചു എന്നാണ്. ഏതായാലും സിബിൻ ലാലും അതുപോലെ തന്നെ ലക്ഷ്മിപ്രിയ പറയുന്ന കാര്യങ്ങളും ഇതെല്ലാം കൂടി നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളുമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. ഏതായാലും നമുക്ക് അവരുടെ ഫോൺ സംഭാഷണം ഒന്നങ്ങോട്ട് കേൾക്കാം. അത് ലക്ഷ്മിപ്രിയ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത് വെള്ളരിക്കപ്പെട്ടണമൊന്നുമല്ല, ഞാനിങ്ങ് ഒളിച്ചോടിയിട്ടില്ല, 20 ലക്ഷം രൂപ ഞാൻ ആരെയും തട്ടിയെടുത്തിട്ടില്ല. നമുക്ക് സിവിലാലിന്റെ ഭാഗം എന്തായാലും കേൾക്കണം, കാരണം പറ്റിക്കപ്പെട്ടത് ആ വ്യക്തി ആയിരിക്കാം എന്നാണ് ആള്. അല്ല, അത് ശരിയാണ് കേട്ടോ. അജിൻ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നത്, അതായത് അജിൻ അല്ല, ലക്ഷ്മിപ്രിയ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നത്. ഇതെന്താ വെള്ളരിക്കപ്പെട്ടനാണോ? 20 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട് അങ്ങനെ മിണ്ടാതിരിക്കണമെങ്കിൽ ഇതെന്താ വെള്ളരിക്കപ്പെട്ടനാണോ? ഏതായാലും ഇത് കൊടുത്തു എന്ന് പറയുന്ന സിബിൻ ലാൽ എന്ന് പറയുന്ന പഹയൻ, ആ പഹയൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയ 20 ലക്ഷം രൂപ സിബിലാലിനെ പറ്റിച്ചിട്ടുണ്ടോ? നമുക്ക് ചോദിക്കാം. മറ്റാരെയുമല്ല വിളിക്കുന്നത്, സിബിലാലിനെയാണ്. നമസ്കാരം. സിബിലാൽ ബ്രോ, അജിൻ വർഗീസാ. നമസ്കാരം. ഫുള്ള് കത്തി നിൽക്കുവാണല്ലോ അല്ലേ? ഓക്കെ, അതില് എനിക്കറിയുന്ന 2-3 ചോദ്യങ്ങൾക്കൊന്ന് ഉത്തരം തരാൻ സമയം കാണുമോ? ഓക്കെ, ലക്ഷ്മിപ്രിയ നമ്മൾ വിളിക്കുകയുണ്ടായി. അത് ലക്ഷ്മിപ്രിയ പറയുന്ന കാര്യം, ഇത് വെള്ളരിക്കപ്പെട്ടതൊന്നുമല്ല, ഞാനിങ്ങ് ഒളിച്ചോടിയിട്ടില്ല, എനിക്ക് ആരുടെ പൈസ വേണ്ടതാരും. അപ്പൊ തീർച്ചയായിട്ടും പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്ന സിബിലാലിനെ വിളിക്കേണ്ട ഒരു കടമ എനിക്കുണ്ടല്ലോ. അപ്പം എനിക്കറിയേണ്ട 2-3 ചോദ്യത്തിൽ ആദ്യം ഒരു ചോദ്യം, ഈ 1-2 രൂപയല്ല 20 ലക്ഷം രൂപ അല്ലേ? എല്ലാവർക്കും പൈസയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതും. ഈ ഒരു ബന്ധവും ഇല്ലാത്ത പരസ്പരം അറിയാത്തൊരു വ്യക്തിക്ക് 20 ലക്ഷം രൂപ ആരെങ്കിലും കടം കൊടുക്കുവോ? അത് കൊടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട് 2 കോൺട്രാക്ട് ആയതിനു ശേഷം പിന്നെ നമ്മുടെ സിനിമയിൽ തിരക്കഥ എഴുതാന്ന് പറഞ്ഞു. ഇവരുടെ തിരക്കഥ എഴുതാറിയാം, തിരക്കഥ പിന്നെ ശരി അങ്ങനെ ആയിക്കോട്ടെ, തിരക്കഥ എഴുതിക്കും. അപ്പൊ ഞാന് കൊടുക്കാൻ കാരണം ഇവര് വീടിനടുത്ത് തന്നെ ആ ഫ്ലാറ്റ്, തൊട്ടടുത്ത ഫ്ലാറ്റ് അവിടെ അടുത്ത്. അങ്ങനെ ഇവരുമായിട്ട് നല്ല കോൺടാക്ട് ആയി. 50,000 മേടിക്കും, 1,00,000 മേടിക്കും, 2,00,000 മേടിക്കും. അങ്ങനെ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ കൊടുത്താണ്, ഒറ്റ ഇതായിട്ട് കൊടുത്തല്ല കേട്ടോ. ഈ ഒറ്റ ഇതിൽ 20 ലക്ഷം കൊടുത്തില്ലെങ്കിൽ പല പ്രാവശ്യമായിട്ട് 20 ലക്ഷം കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാ? ഓ, അതിന് എന്ത് തെളിവുണ്ട് കയ്യില്? നമ്മള് പിന്നെ അക്കൗണ്ട് പാർട്ട്നേഴ്സിനായിരുന്നു. ഈ സിബിലാലിനെ ഞങ്ങൾക്ക് ജനങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമോ? എന്റെ വീടെന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴയാണ് എന്റെ വീട്. ഞാൻ ഇപ്പൊ നിലവിൽ നേരത്തെ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇപ്പം BJPയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയായിരുന്നു. ബിസിനസ് ആണ്, റിയൽ എസ്റ്റേറ്റ് പരിപാടികളുണ്ട്. പിന്നെ സിനിമയെ ബന്ധമെന്ന് പറഞ്ഞാല് ഞാന് നമ്മുടെ അടുത്താണ് വിനയൻ സാർ എന്ന് പറയുന്നത്. നമ്മുടെ വിനയൻ സാറിന്റെ കുടുംബം എന്റെ വീട്ടിൽ അടുത്താണ്. വിനയൻ സാറിന്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സിബിലാൽ ബ്രോ, ഇതില് എല്ലാവരും ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പൈസ കൊടുക്കാൻ എളുപ്പമല്ലേ? ഈ കടം കൊടുക്കുന്ന പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ ഏറ്റവും വലിയ തലവേദന. അപ്പൊ 20 ലക്ഷം പലപ്പോഴായിട്ട് സിബിലാല് ലക്ഷ്മിപ്രിയ കൊടുക്കുമ്പോഴും കൊടുത്തതിന് ശേഷം തിരിച്ചു ചോദിക്കാറുണ്ടായിരുന്നു. തിരിച്ചു തരാന്ന് പറയുന്നത് പിന്നെ തൃപ്പൂണിത്തറ KSFയില് എനിക്ക് 1 കോടി രൂപയുടെ ചിട്ടി ഉണ്ടായിരുന്നു. ലക്ഷ്മിപ്രിയക്ക് 2 കോടി രൂപയുടെ ചിട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചിട്ടി വീഴുമ്പോൾ തൊഴിലാളി പൈസ ഒരുമിച്ച് തരാന്ന് പറയേണ്ടതാണ് എന്റെ ഒരു പേര്. പിന്നെ നമുക്ക് ഉറപ്പാണ് പൈസ കിട്ടുമെന്നുള്ള ഉറപ്പായിരുന്നു. പറഞ്ഞത്
സിനിമ സ്റ്റാർട്ടിംഗ് ഒന്നും ആയിട്ടില്ല. അത് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും പൊറി വീഴുമ്പോ ഞാൻ മേടിച്ച പൈസ തിരിച്ചു തരാന്ന് പറഞ്ഞാണ് എനിക്ക് പൈസ വേണം. അപ്പം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം ഇത് ആളുകളിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ആളുകളിലേക്ക് എത്തിയെന്ന് പറഞ്ഞാല് ഇവരെനിക്ക് ചെക്ക് തന്നെ പറ്റിയത്. ചെക്ക് ചെയ്ത് പറ്റിച്ചോ? ചാരിറ്റി മാറാക്കി വന്നപ്പോ പൈസ ഇല്ല. ഓക്കെ. അങ്ങനെയാണ് വക്കീലോട്ട് കഴിച്ച് അവര് പിന്നെ അവരെ വസ്തു ഇടക്ക് കയറി പറയാന്ന് വിചാരിക്കരുത്. അതായത് ഒരു കാര്യം ഞാൻ പറയാം, ഇദ്ദേഹം 20 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരുമിച്ച് കൊടുത്ത പൈസയൊന്നും അല്ല, ചെറുങ്ങനെ കൊടുത്ത പൈസയാണ്. അപ്പൊ അത് തിരിച്ച് ചോദിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും കൊടുക്കോടെ 20 ലക്ഷം റുപ്യ? അതുമാത്രമല്ല, ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോഴേ ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പടത്തിലൊന്ന് തല കാണിച്ചിട്ടുണ്ട്, പിന്നെ റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അതുമാത്രമല്ല, ഇവരെല്ലാവരും കൂടി ചെയ്യുന്ന ഒരു വലിയൊരു പരിപാടി എന്താ അറിയാം, അതായത് KSFയിൽ പോയിട്ട് 1 കോടി റുപ്യൻ്റെ ചിട്ടി അങ്ങ് ചേരും. ആ ചിട്ടി അടക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ അതിനുള്ള ഇതുണ്ടോ, ഇനി അത് ചിട്ടി വിളിച്ചു കഴിഞ്ഞാൽ ഇത് തിരിച്ചു തരാനുള്ള പാങ്ങ് വാങ്ങിക്കാനുള്ളത് ഇവർക്കുണ്ടോ? കാരണം എന്താണെന്ന് വെച്ചാൽ 2 കോടി രൂപയൊക്കെ KSF കൊടുക്കണമെങ്കിൽ അതിന് കണക്കായിട്ടുള്ള തത്തുല്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പൊ നമ്മുടെ പിന്നെ അതായത് ലക്ഷ്മി പ്രിയ അന്ന് ഒരു കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അന്നൊന്ന് വിവാദമായതാണ്. എന്താണെന്ന് വെച്ചാൽ KSF എനിക്ക് പൈസ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതായത് ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ 50 ലക്ഷം റുപ്യന്റെ മുതലാണ് ഉള്ളത്, നമ്മൾ പോയിട്ട് 1 കോടി റുപ്യന്റെ ചിട്ടി അങ്ങ് ചേരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുകയാണ് 90 ലക്ഷം ഇല്ല 80 ലക്ഷം രൂപ പിടിച്ചെടുത്തിട്ട് ആ പൈസ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞാൽ ഒരു KSF അല്ല, ഒരാൾ പോലും തരൂല മക്കളെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ടാണ് കൊടുക്കാത്തത്. അതായത് ഇദ്ദേഹം പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ തന്നിട്ടില്ല, പിന്നെ എങ്ങനെ KSFന്റെ ഇതടിക്കും? അതുകൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ട് കൊടുക്കത്തില്ല. ഏതായാലും ഈ സിബിനായാലും മറ്റേവരായാലും ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് കേൾക്കാൻ കേട്ടാ. തൃശ്ശൂർ വസ്തു വസ്തുവൊക്കെ വെച്ച് പിന്നെ ക്രിമിനൽ കേസ് അമ്പലപ്പുഴ കോടതിയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇത് പുറത്ത് വരാൻ കാരണമാകാനാണ്. ഇത് പുറത്ത് വന്നതിന് ശേഷം ലക്ഷ്മിപ്രിയ വിളിക്കുകയുണ്ടായി, അതായത് നമുക്കിത് പരസ്പരം പറഞ്ഞു തീർക്കാം, ഞാൻ പൈസ എന്തായാലും തിരിച്ചു തരാൻ അവസ്ഥ ഇതായി പോയി എന്ന് വല്ലതും വിളിക്കുകയുണ്ടായോ? മനുഷ്യരല്ലേ, ഒന്ന് ക്ഷമിക്കാൻ പറ്റില്ലല്ലോ. വിളിച്ചപ്പോ അവിടെ വിളിച്ച വക്കീലിന്റെ മുമ്പിൽ ഇവര് പറഞ്ഞാണ് പൈസ ഞാൻ തിരിച്ചു കൊടുക്കുക, എന്തെങ്കിലും വിട്ടു ചോദിച്ചാണ്. ഞാൻ പറഞ്ഞ ശരി, എന്തെങ്കിലും വിട്ടു ചോദിച്ചാൽ എനിക്ക് 15 ലക്ഷം രൂപ തന്നാൽ മതി. 5 ലക്ഷം രൂപ വേണ്ടെന്ന് വെച്ചു. ആ വലിയ മനസ്സിന് നന്ദി കേട്ടോ. അല്ല, അത് ഞാൻ തീർച്ചയായിട്ടും പറയാറ്. 5 ലക്ഷം രൂപ വേണ്ട, അവർക്കൊരു മൂളവരെ പിന്നെ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഇതിലൊരു സെറ്റിൽമെന്റ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് പൈസ അല്ലെങ്കിൽ പിന്നെ നമ്മള് മുമ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മള് അടുത്ത കോളേജിൽ പോകാം, ഇങ്ങനെ പോയി പിന്നെ ഇരിക്കും. പിന്നെ എവിടെ പറയാനും പോകാൻ പറ്റാതെ ഞാൻ പറഞ്ഞത് ശരി, 5 ലക്ഷം തന്നെ പോകത്തുള്ളൂ, അത് പോട്ടെ. ശിവരാജിന്റെ വലിയ മനസ്സുകൾക്ക് നന്ദി. അതോടൊപ്പം എല്ലാം നമ്മൾ ക്ഷമിക്കും. ഈ പറഞ്ഞു പറ്റിക്കൽ ഭയങ്കര ഒരു വേദനയല്ലേ? അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ പറയാനുള്ളത്, ചില ആൾക്കാർക്ക് പഠിച്ചൊരു കാര്യമാണ്, അതായത് സിനിമാ താരങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുക, അതുപോലെ തന്നെ സിനിമാ താരങ്ങൾ എനിക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് പറയുക, അല്ലെങ്കിൽ അവരുമായിട്ട് ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയും. ഇങ്ങനെ പറഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് മാത്രം ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന ഇതുപോലെ പൈസ കടം കൊടുക്കാറുണ്ട്. ഇനി അങ്ങനെയെങ്ങാനും കൊടുത്തതാണോ ഇതെന്താണെന്ന് നമുക്കറിയില്ല. ഇതിൻ്റെ അകത്ത് കുറേ ചെക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇല്ലതാണോ ഉള്ളതാണോ ഇതൊന്നും നമുക്കറിയില്ല. ഏതായാലും വെറുതെ ഒരു മനുഷ്യൻ അങ്ങനെ വന്ന് പറയുമെന്ന് എനിക്കറിയില്ല. ഇനി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ലക്ഷ്മി പ്രിയക്ക് വേണമെങ്കിൽ പോയിട്ട് കേസ് കൊടുക്കാവുന്നതാണ്. കാരണം എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ വേണമെങ്കിൽ. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരാൾ വന്നിട്ട് എനിക്ക് 20 ലക്ഷം രൂപ, പക്ഷേ ഇയാളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ പിന്നെ കുടുക്കി പോകും. അതാണ് പറയുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാളോട് പൈസ വാങ്ങിക്കുമ്പോഴോ കൊടുക്കുമ്പോഴോ വളരെയധികം സൂക്ഷിക്കണം മക്കൾ ഇന്നത്തെ കാലത്ത്. പിന്നെ ഈ വിദ്വാൻ പറയുന്നത് 5 ലക്ഷം രൂപ വേണമെങ്കിൽ ഞാൻ ഒഴിവാക്കി കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ആർക്കറിയാം? ഏതായാലും ബാക്കി കൂടി കേൾക്കാം. എന്റെ ഒരു സുഹൃത്തിന്റെ ബോട്ടിങ്ങില് ഇവര് കുറെ ഡ്രസ് എടുത്തു, ഞാൻ പരിചയപ്പെട്ട് കൊടുത്ത അവിടെ 25,000 കൊടുക്കാനുള്ള തയ്യാറാണ്. നമുക്ക് പൈസ കിട്ടണല്ലോ, നമുക്ക് വെറുതെ ആകാശങ്ങളിൽ വീണാവുന്ന പൈസ ഒന്നും അല്ലല്ലോ നമ്മള്. അല്ല, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം അത് തന്നെ. ഇത് പൊട്ടി വീണ് മുളച്ചതോ
അല്ലെങ്കിൽ നമ്മള് ഫ്രീ ആയിട്ട് കിട്ടിയ പൈസയോ അല്ല, പുലിക്ക് ഉണ്ടാക്കിയതല്ല. ഏതാ ആ വേർപ്പിന്റെ അധ്വാനത്തിന്റെ പൈസക്ക് പൈസയുടെ മൂല്യമുണ്ട്. അപ്പൊ സിവിലേട്ട ഓക്കെ, താങ്ക് യു. ഇതിലെന്താണ് സത്യാവസ്ഥ? ലക്ഷ്മിപ്രിയ ആൾക്കാർ ഏതായാലും സിബിലാലേട്ടൻ പറയുന്ന വേറൊരു കാര്യം, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബോട്ടിക്കയിൽ പോയിട്ട് 25,000 രൂപ കൊടുക്കണ്ട, നാണോ മാനോ എളുപ്പമുണ്ടെങ്കിലാ പറയാനാണെന്ന്. അതായത് ആ പൈസ കടം തരില്ല എന്നങ്ങ് പറഞ്ഞാൽ പോരെ, പിന്നെ എന്തിനാണ് പോയിട്ട് കുറേ പൈസേൻ്റെ കടവും കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ വിളിച്ചു പറയാൻ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞല്ലേ, കടം വാങ്ങിക്കുന്നൊന്നും ഇപ്പോഴത്തെ കാലത്ത് തെറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. ബോട്ടിക്കല്ല, ഏത് ബോട്ടിക്കല്ല, എന്തെന്നായാലും. കാരണം എന്താണെന്ന് വെച്ചാൽ ബോട്ടിക്കിലൊക്കെ സിനിമാ താരങ്ങളൊക്കെ കയറുന്നതെന്ന് പറഞ്ഞാൽ അവർക്കൊരു പവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ബോട്ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രീ ആയിട്ടും വസ്ത്രം കൊടുക്കാറുണ്ട്. അപ്പൊ ഇവരൊക്കെ പോയിട്ട് 25,000 രൂപ എടുത്തത് ചിലപ്പോഴും ഞാൻ കയറിയിട്ടല്ല, എൻ്റെ ഇത്രയും ആള് വന്നതെന്നൊക്കെ പറയുന്നുണ്ടാകും. ഏതായാലും ബാക്കി കാര്യം കൂടി കേൾക്കാം. പൊങ്കാലി ഇടുന്നതിൽ യാഥാർത്ഥ്യമുണ്ടോ, അതോ ലക്ഷ്മിപ്രിയ ശരിക്കും 20 ലക്ഷം രൂപ പറ്റിച്ചിട്ടുണ്ടോ? നമുക്ക് വിളിച്ചു ചോദിക്കാം. മോനെ, ഞാൻ ഇവിടെ 20 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട് ഞാൻ ഇവിടെ ഈ നാട് വിട്ടൊന്നും പോയിട്ടില്ല. ഞാൻ ഈ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. 20 ലക്ഷം രൂപ തട്ടിയെടുത്തെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവരട്ടെ. 20 ലക്ഷം രൂപ മോന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു സാധനം, 20 ലക്ഷം രൂപ നമ്മൾ ചുമ്മാ ഒരു സാധനമാണോ ഞാൻ ഇങ്ങോട്ട് തട്ടിയെടുക്കാനായിട്ട്? അതെ, ആരോപണങ്ങളൊക്കെ കോടതിയിൽ തെളിയിക്കട്ടെ. കോടതിയിൽ വളരെ ധീരമായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, തെളിവുകൾ സഹിതം. അപ്പൊ കേസ് നടക്കുന്നുണ്ട് കേട്ടാ. അതായത് തെളിവുകൾ കൊണ്ടുവരട്ടെ എന്നാണ് പറയുന്നത്. കേസ് നടക്കുന്നുണ്ട് ഓൾറെഡി. 20 ലക്ഷം രൂപേന്റെ ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ലക്ഷ്മിപ്രിയ പറയുന്ന കേസ് നടക്കുന്നുണ്ട്. ബാക്കി നമുക്ക് കേട്ടോക്കാം. കോടതി കൊണ്ടുവന്ന് കേസ് നടത്തി ജയിക്കട്ടെ. എനിക്ക് പറഞ്ഞൂടെ അജിൻ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത അജിൻ, അല്ലെങ്കിൽ എന്നെ മോൻ കണ്ടിട്ടുണ്ടാവാം, പരിചയപ്പെട്ടിട്ടുണ്ടാവും. ലക്ഷ്മിപ്രിയക്ക് അജിന്റെ പൈസ ഞാൻ തട്ടിയെടുത്തു, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, എന്റെ പൈസ അജിൻ അങ്ങ് തട്ടിയെടുത്തു എന്ന് വെറുതെ പറയാൻ ഇതെന്താ വെള്ളരിക്കാൻ പറ്റണമാണോ? ഇവിടെ കൃത്യമായിട്ടൊരു ലോ ആൻഡ് ഓർഡർ നിലനിൽക്കുന്ന ഒരു പക്ഷേ അതിൽ വേറൊരു കാര്യം കൂടി പറയാം. ലക്ഷ്മിപ്രിയ പറയുന്നത് പോലെ കേസ് നടത്തി തെളിയിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഒരു മനുഷ്യൻ, ഇപ്പൊ നമ്മൾ വെറുതെ പോകുന്ന ഒരാൾ പോയിട്ട് എനിക്ക് നീ എന്റെ പൈസ തട്ടിയെടുത്തില്ലടാ അങ്ങനെ പറയോ? എനിക്കറിയില്ല. ഇപ്പൊ നമ്മളോട് നാളെ ആരെങ്കിലും നീ എന്റെ പൈസ തട്ടിയെടുത്തില്ലടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, അങ്ങനെ വെറുതെ പറയാൻ പറ്റുമോ? ഒരാളെ പറ്റിയിട്ട് നമുക്ക് വെറുതെ പറയാൻ പറ്റുമോ അങ്ങനെ? ഇപ്പോൾ റോഡിലൂടെ പോകുന്ന ഒരാൾ, ഇല്ല എൻ്റെ ഒരു പരിചയക്കാരൻ, നല്ല സുഹൃത്ത് തന്നെ, നീ എൻ്റെ പൈസ തട്ടിയെടുത്തില്ലടാ എന്ന് വെറുതെ എങ്ങനെ പറയാൻ പറ്റുമോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പക്ഷെ വേറൊരു കാര്യം ഉണ്ടേട്ടാ, ഇതിലെന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക, മൂർച്ചയേറിയ സാധനത്തിന് മേടിച്ചാണെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പലിശ നല്ലോണം കയറ്റി പിടിച്ചിട്ട് അങ്ങനെയും ചിലപ്പോൾ വരാട്ടാ. അത് അങ്ങനെയും വരാറുണ്ട് ചില ആൾക്കാർക്ക്. കാരണം 1 ലക്ഷം രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് 5 ലക്ഷം ആവുമായിരുന്നു. അങ്ങനെയൊക്കെ ആണോന്നും അറിയില്ല, നോക്കാം. കഴിഞ്ഞ 4-5 വർഷമായിട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. കേസ് തള്ളിപ്പോയ ഒരു കേസാണല്ലോ ഇത്. ഇപ്പൊ ഒരു ആരോപണങ്ങൾ വന്നപ്പോ ഇതെടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ കേസ് തള്ളിപ്പോയതാട്ടാ. ഈ ഒരു കേസ് ഉണ്ടായിരുന്നു 4-5 വർഷമായിട്ട്, ആ കേസ് തള്ളിപ്പോയതാണ്. അപ്പൊ ഈ ഒരു പ്രശ്നം വന്നപ്പോഴെന്നാ എന്റെ വകയും കുടിക്കട്ടി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടാണെന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. എനിക്കോ മറ്റുള്ളവർക്കോ യാതൊരു ഗുണവും ഇല്ലാത്ത ഒരു കാര്യം നാട്ടുകാരെ അറിയിച്ചുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായിട്ടും അവസാനമായി കേസിന്റെ വഴിക്ക് നടത്തുക എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഒളിച്ചോടുകയല്ലോ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ നാട്ടിൽ തന്നെ എന്റെ കുടുംബവുമായിട്ട് ഈ സിനിമയിലും അഭിനയിച്ച് നിങ്ങൾ കാണുന്ന പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്ത് ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഈ ലോകത്ത് തന്നെ ഞാനുണ്ട്. ഞാനെങ്ങും ഒളിച്ചോടിയിട്ടില്ല, എവിടെയും ഒളിച്ചോടിയില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് തെളിവ് അക്കൗണ്ടിലിട്ട് തന്നെങ്കിൽ അക്കൗണ്ടിൽ അതിന് തെളിവുണ്ടാവണ്ടേ, സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവണ്ടേ? എവിടെ സ്റ്റേറ്റ്മെന്റ്? എവിടെ? കയ്യിൽ തന്നെങ്കിൽ കയ്യിൽ തന്നതിന് തെളിവുണ്ടാവില്ലേ? ഇതെന്താ വെള്ളരിക്കപ്പെട്ടതാണോ? ഇതിപ്പോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ കേസ് തള്ളിപ്പോയ ഒരു കേസാണ്, മനസ്സിലായില്ലേ? എന്റെ ഊമക്കത്ത് അയച്ചിട്ടാണോ പറയുന്നത് ഒരാള് പൈസ തന്നു എന്ന് പറയുന്നത്? ആ ഊമക്കത്ത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ അത് കള്ളത്തരമാണെന്നുള്ളത്? മനസ്സിലാവുന്നില്ലേ? എന്റെ വക്കീൽ എന്ന് പറയുന്നത് ലോകം അറിയുന്ന ഒരു വക്കീലിനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അല്ല, ഈ 4 വർഷത്തെ കാര്യമൊക്കെ ഇപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത്. ഇതുവരെ അറിയട്ടെ, ജനങ്ങൾക്ക് അറിയിട്ട് എന്തിനാണ്? ഏത് കാര്യത്തിനാണ്? ഞാൻ നാളെ ഇലക്ഷൻ ഒന്നും മത്സരിക്കില്ല. ലക്ഷ്മി ചേച്ചി, അതായത് ചേച്ചിക്കെതിരെ ഒരു കൂട്ടം ആളുകള് ആക്രമിക്കുമ്പോൾ ഇതിന്റെ സത്യം എന്തായാലും അറിയണം. ഇപ്പം തന്നെ ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് 4 വർഷം മുമ്പ് തള്ളിക്കളഞ്ഞൊരു കേസാണ്. അതെ, 4 വർഷം മുമ്പ് തള്ളിക്കളഞ്ഞൊരു കേസാണെന്ന് ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്. ഇതാരും നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല.
നമ്മളൊക്കെ അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചിട്ടി KSFന്റെ ഒരു പ്രശ്നം മാത്രമാണ് നമ്മൾ അറിയുന്നത്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇപ്പോൾ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, കടം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാടോ, അതൊന്നും കുഴപ്പമില്ല. നാളെ ഇപ്പോൾ ആർക്കും ആവശ്യം വരണമെന്ന് പറയാൻ പറ്റൂല. നമുക്കിപ്പോൾ എന്ത് അസുഖം കാര്യം വന്നു കഴിഞ്ഞാൽ കടം മേടിക്കേണ്ടി വരും. അതൊന്നും ഒരു വലിയ കുറ്റമായിട്ട് പറയല്ലോ. പിന്നെ വേറൊരു കാര്യം പറയാ, ഈ കടം ചിലപ്പോൾ കൃത്യസമയത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ വെറുതെ പറയുന്നതാണോ അല്ലെങ്കിൽ കേസുണ്ടോ ഇതൊന്നും നമുക്കറിയില്ലല്ലോ. ഏതായാലും ലക്ഷ്മി പറയുന്ന ബാക്കിയും കൂടി കേട്ടിട്ട് വരാം. അതെ അതെ, തെളിവില്ല. അക്കൗണ്ടിൽ പൈസ 10,16,000 രൂപ അക്കൗണ്ടിൽ തന്നു എന്ന് പറയുമ്പോൾ 10,16,000 രൂപയുടെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. ആ തന്നു എന്ന് പറയുന്ന വ്യക്തിയോട് ചോദിക്കും, റിസീവ് ചെയ്ത് എന്റെ അടുത്തും ചോദിക്കും. ഞാൻ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ ഒരു കാര്യമില്ല. അദ്ദേഹം ഹാജരാക്കിയ ഡോക്യുമെന്റ്സിൽ അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഇല്ല. ഇവിടെ ഇപ്പം പറയുന്നത് 10 ലക്ഷം 20 ലക്ഷമാണ്. അതെ, 10 ലക്ഷം രൂപ കയ്യിൽ തന്നു. എനിക്ക് പറഞ്ഞോളൂ, 1 കോടി രൂപ കൊണ്ട് തന്നു. ഇതിന്റെ സോഴ്സ് ഓഫ് ഇൻകം പറഞ്ഞ സാധനം ഉണ്ടാവില്ലേ? അതെ, ചുമ്മാ തന്നോളൂ. 20,000 രൂപയ്ക്ക് മേലെ ഒരാൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊടുക്കാനുള്ള റൈറ്റ് ചെയ്യാം. അക്കൗണ്ട് ത്രൂ അല്ലാതെ കൊടുക്കാൻ റൈറ്റില്ല. അക്കൗണ്ട് ത്രൂ അല്ലാതെ കൊടുത്തു എങ്കിൽ അതിനുള്ള തെളിവുകൾ അദ്ദേഹം ഹാജരാക്കട്ടെ. അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് പറയാനാണ്? പാലം കടക്കും വരെ നാരായണ നാരായണ, പാലം കടന്നു കഴിയുമ്പോൾ പൂരായണ പൂരായണ. ഇതിൽ സിബിലാലിന്റെയും ലക്ഷ്മിപ്രിയയുടെയും ഭാഗം നമ്മൾ കേട്ടു. അത് ലക്ഷ്മിപ്രിയയോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഇല്ലെന്ന് പറയാം. അല്ലെങ്കിൽ ചേട്ടാ എൻ്റെ ഇപ്പോൾ ഇല്ല, എൻ്റെ അവസ്ഥ ഇതായി പോയെന്ന് പറയാം. ഈ കള്ളച്ചെക്ക് കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമുക്ക് ഈ കാണുന്ന പ്രേക്ഷകർ ഞാനും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ കടം നമ്മൾ അതിലൊന്നും കാര്യങ്ങളില്ല. അതായത് ഈ കള്ളച്ചെക്കും കാര്യങ്ങളൊന്നും അല്ല. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, പൈസ കൊടുക്കുമ്പോഴേ നമ്മൾ കൃത്യമായിട്ട് ഇത് വേണം, പ്രൂഫ് വേണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പൈസ എന്ന് പറഞ്ഞാൽ പല ഉഡായ്പ പരിപാടികളിലൂടെയും കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്. എന്തൊക്കെയായാലും എന്തൊക്കെയോ ഉഡായ്പും വീരാത്ത എന്തൊക്കെയോ കുഴഞ്ഞു മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആരാണ് കളവ് അറിയുന്നത്, ആരാണ് നേര് പറയുന്നത് നമുക്കൊന്നും അറിയില്ല. ഏതായാലും കോടതി വരെ തള്ളിക്കളഞ്ഞ സംഭവമാണ് ഇപ്പോഴെടുത്തിടുന്നതെന്ന് പറഞ്ഞാൽ 4 ആൾ അറിഞ്ഞുകൊള്ളട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, പറ്റിക്കാനോ പറ്റിക്കപ്പെടാനോ അങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തവന്റെ കുറ്റം തന്നെയാണ്. അവൻ അങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇവരൊക്കെ സിനിമാക്കാരാണ്, സിനിമയിൽ ഇഷ്ടം പോലെ വരുമാനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കൊടുക്കും. അപ്പൊ അതുകൊണ്ട് പറയുകയാണ്, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെങ്കിൽ പൈസ കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വഴിയേ പോകുന്ന ഒരാൾ പോലും ഒരാളോട് എനിക്ക് പൈസ തരാണ്ടെന്ന് പറയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയുക. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കാർക്കും, അതായത് നമുക്കൊരു ഇത് പ്രശ്നവും ഇല്ലാത്തതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിപ്രിയ പറയുന്ന പല കാര്യങ്ങളും ഇവിടെ വെച്ചിട്ട് ചർച്ചയും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ലക്ഷ്മിപ്രിയ പറയുന്ന വേണ്ടാത്ത അനാവശ്യ കാര്യങ്ങൾ പലതും ഉണ്ട്. ഇതിനൊക്കെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ വിളമ്പണ്ടേ. എന്നാലും അവിടെ വന്നിട്ട് എന്നാ കിടക്കട്ടെ, എനിക്കും കുറച്ച് ആൾക്കാർ വരുന്നതല്ലേ കാണണ്ടേ, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനും ഒന്ന് എയറിലാവുമല്ലോ എന്ന് കരുതിയിട്ട് ലക്ഷ്മിപ്രിയ പലതും പറയാറുണ്ട്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.